ഞെട്ടൽ അവസാനിക്കുന്നില്ല. ധർമ്മസ്ഥലയിൽ ഇനിയും കുഴിച്ചെടുക്കാനുണ്ട് രഹസ്യങ്ങൾ. ധർമ്മസ്ഥലയിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പരിശോധനയിൽ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരം. വനത്തിനകത്ത് മാർക്ക് ചെയ്യാത്ത ഇടത്ത് നിന്നാണ് തലയോട്ടികൾ ഉൾപ്പെടെ നിരവധി മനുഷ്യ അസ്ഥികൂടങ്ങൾ ഇന്ന് കണ്ടെത്തിയതെന്നാണ് സൂചന. ധർമ്മസ്ഥലയിൽ 6-ാം പോയിന്റിൽ നിന്ന് ലഭിച്ച മനുഷ്യ അസ്ഥികൂടം 33 വയസ്സ് പ്രായമുള്ള ആളുടേതെന്നാണ് പ്രാഥമിക നിഗമനം. ലഭിച്ചത് പൂർണ്ണ മനുഷ്യ അസ്ഥികൂടമെന്നാണ് SIT നൽകുന്ന വിവരം. കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റിലും പരിശോധന നടത്താൻ SIT ആലോചിക്കുന്നുണ്ട്. KV ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, പുതിയ പോയിന്റുകൾ കൂടി സാക്ഷി പറയുന്നു, അതനുസരിച്ച് തിരച്ചിൽ നടത്തുന്നു. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് സൂചന നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നു. ഇതുവരെ പറയാത്ത പോയിന്റിൽ നിന്ന് പോലും പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടങ്ങൾ കിട്ടിയെന്നാണോ? എന്തെല്ലാം വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്? മനുഷ്യന്റേതായിട്ടുള്ള അസ്ഥികൾ എത്രത്തോളം കണ്ടെത്തി എന്നാണ് വിവരം? അപർണ, ഇന്ന് SIT നടത്തിയ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് വളരെ സുപ്രധാനമായ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കൂടുതൽ തലയോട്ടികളും അതുപോലെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങളും അസ്ഥികൂടങ്ങളും ഉൾപ്പെടെ കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. അതായത് 1 മുതൽ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ സ്ഥലങ്ങളിൽ ഒന്നല്ല പരിശോധന നടത്തിയത്. 11-ന് തൊട്ട് സമീപമുള്ള വനമേഖലയിൽ ഉൾവനത്തിലാണ്. അവിടെ 100 അടിയോളം ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് കുഴിച്ച് പരിശോധിച്ചപ്പോൾ കൂടുതൽ അസ്ഥികൂടങ്ങളും തലയോട്ടികളും ലഭിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4-ലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നാണ്. ഏതായാലും അതിൽ ഒരു സ്ഥിരീകരണം ഇനി വരാനുണ്ട്. ഇത് സംബന്ധിച്ച് SITയുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് വളരെ വിശ്വസനീയമായ സോഴ്സിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ മാത്രമാണിത്. ഇവിടെ നിന്നും ഇത്തരത്തിൽ 4-ലധികം മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. അത് ഈ കേസുമായി എത്രത്തോളം ബന്ധമുണ്ട്, ഇനി ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതല്ല SIT മറ്റേതെങ്കിലും തരത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയൊന്നൊക്കെ അറിയാനുണ്ട്. എന്തായാലും കൂടുതൽ തലയോട്ടികളും ഈ അസ്ഥികൂടങ്ങളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. 6-ാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ച അസ്ഥികൂടം അതിപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടമാണെന്ന് ഫോറൻസിക് പ്രാഥമിക പരിശോധന വരുന്നു. ഒപ്പം 33-നും 35 വയസ്സിനും ഇടയിലുള്ള ഒരു പുരുഷന്റേതാണെന്ന ഒരു വിവരം കൂടി വരുന്നു. ഇനിയിപ്പോൾ ഇതിൽ അറിയേണ്ടത് ഏത് വർഷമാണ് കൊല്ലപ്പെട്ടത്, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ഇത് അറിയണമെങ്കിൽ ഇതിന്റെ പൂർണ്ണമായ പരിശോധനാ ഫലം, ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടി വരും. അത് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ വന്നത് പ്രാഥമികമായ ഫോറൻസിക് പരിശോധനാ ഫലം മാത്രമാണ്. എന്തായാലും ധർമ്മസ്ഥലയിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് 6-ാം തരത്തിൽ SITയുടെ നീക്കം. അതായത് സർപ്രൈസ് സ്പോട്ട് എന്നാണ് SIT ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്രത്തോളം വലിയ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് 6 ഒഴികെ 1 മുതൽ 10 വരെയുള്ള പോയിന്റിൽ പരിശോധിച്ചപ്പോഴൊന്നും കാര്യമായ ഇത്തരത്തിലുള്ള വസ്തുക്കളൊന്നും ലഭിച്ചില്ല. പ്രധാനമായും ഇവിടെ നേത്രാവതി പുഴയുടെ അരികിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രളയം വന്ന് വെള്ളം കയറുന്ന സാഹചര്യവും മണ്ണ് കുമിഞ്ഞുകൂടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശോധനയിൽ ചെറിയ JCB ഉപയോഗിച്ചാണ് ഇവിടെ പരിശോധന നടത്തിയത്. അത്തരത്തിലുള്ള പരിശോധന പ്രായോഗികമല്ല എന്നൊരു നേരത്തെ തന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ വിമർശനം ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിൽ അവിടെ കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യം. കൃത്യമായി മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരാൻ ഇപ്പോൾ ആലോചനയിലുണ്ട്. അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്ന് വിപുലമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമുള്ളത്. ഇതിനിടയിൽ തന്നെ 13, 14 വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റ്, അവിടെയും പരിശോധിക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നു. ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി ഈ ഒരു 13, 14 പോയിന്റിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന പരിശോധനകളും വളരെ നിർണായകമാകുമെന്ന് പറയേണ്ടി വരും. 13-ാമത്തെ പോയിന്റും സ്നാനഘട്ടയ്ക്ക് സമീപമാണ്. അവിടെയും പരിശോധന നടത്താനുണ്ട്. അത് മാർക്ക് ചെയ്ത സ്ഥലമാണ്. 13-ാം പോയിന്റിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലമാണ്. എന്തായാലും ഇനി 11-ഉം 12-ഉം 13-ഉം ഈ 3 സ്പോട്ടുകളാണ് പരിശോധിക്കാനുള്ളത്. 11-ാം സ്പോട്ട് ഇന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞെങ്കിലും രാവിലെ 11:30-ഓടുകൂടി
ശുചീകരണ തൊഴിലാളിമൊത്ത് SIT സംഘം വന്ന് നേരെ ആ സ്പോട്ടിന് പിറകിലുള്ള വനത്തിനകത്ത് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചഭക്ഷണം പോലും ഇല്ലാതെ നടത്തിയ ഈ പരിശോധനയിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള തെളിവുകൾ, ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വരും ദിവസങ്ങളിലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തെളിവുകൾ മണ്ണിൽ നിന്നും ഇത്തരത്തിൽ കുഴിച്ചു മൂടപ്പെട്ട ഓരോ തെളിവുകളും പുറത്തു വരുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നത്തെ ഈ തെരച്ചിൽ. ഏതായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിൽ ഇതിലൊരു കാര്യമായ ഏത് രീതിയിലാണ് ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കാനിടയ സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. അത് SITയുടെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വരേണ്ടിയുണ്ട്. വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോഴും പരിശോധന പുരോഗമിക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ, അത്തരത്തിലുള്ള പരിശോധനയുമായാണ് ഇപ്പോൾ SIT മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകൾ അതിനി വരും ദിവസങ്ങളിൽ കൂടുതൽ തെരച്ചിൽ നടത്തുന്നതിൽ ഊർജ്ജം പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും KV ബൈജു, മഞ്ഞമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അന്വേഷണത്തിന് പോലും വലിയ നീക്കം നടത്താതിരുന്ന അന്വേഷണ സംഘം പോലും ഞെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ന്യൂസ് 18 പരമ്പരയുടെ ശേഷം കൂടിയാണ് പുതിയ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുന്നത്. KV ബൈജു വിവരങ്ങൾ നൽകി. ചേർത്തലയിൽ നിന്ന് കാണാതായ സ്ത്രീകൾ എവിടെയാണ്? ആലപ്പുഴയിലെ തിരോധാന കേസുകളിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കം. സൈക്കോ കില്ലറെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെ ഗ്രാനൈറ്റ് പൊളിക്കാൻ അന്വേഷണ സംഘം. ഇതിനായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിച്ചു. വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം ഇത്തവണ നടത്തിയത്. അത് തെളിവെടുപ്പിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തുമ്പോൾ അത് നേരത്തെയുള്ള നിഗമനങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അടുത്തതായി ക്രൈംബ്രാഞ്ച് നടത്തുന്ന നീക്കങ്ങൾ എന്തെല്ലാമാണ്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? അപർണ, രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഭാഗങ്ങളിലായാണ്, അതായത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാണ് പരിശോധന നടന്നത്. ആദ്യം കഴിഞ്ഞ ദിവസം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ ഭാഗത്ത് JCB ഉപയോഗിച്ച് കുഴിച്ചുള്ള പരിശോധനയാണ് നടത്തിയത്. അവിടെ നിന്നും വീണ്ടും മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് വീടിന്റെ പിൻഭാഗത്തുള്ള കുളങ്ങൾ അടക്കമുള്ള ഭാഗങ്ങൾ കുളം വറ്റിച്ചു. അതിനുശേഷം അതിനകത്ത് നടത്തിയ പരിശോധനയിൽ ഒരു ചെറിയൊരു ബാഗ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കൊന്തയുടെ ഭാഗവും ഒരു കിറ്റും വസ്ത്രങ്ങളുടെ ചില ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ല. പക്ഷേ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഭാഗത്തിന് തൊട്ടടുത്തെടുത്ത കുഴിയിൽ 6ഓളം മൃതദേഹ അവശിഷ്ടങ്ങൾ, എല്ലിന്റെ കഷ്ണങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്നത് വീടിന്റെ പിൻഭാഗത്ത്, അതായത് സെപ്റ്റിക് ടാങ്കുകൾ അടക്കമുള്ള ഇടങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്ന് മറ്റൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ വീടിനകത്ത് സെബാസ്റ്റ്യനെ കൊണ്ടുപോയുള്ള പരിശോധന നടക്കുന്നുണ്ട്. വീടിനകത്ത് വന്ന ഘട്ടത്തിൽ തന്നെ തുടക്കം മുതൽ തന്നെ സെബാസ്റ്റ്യനകത്താണ്. സ്പോട്ടിലേക്ക് അല്ലെങ്കിൽ അസ്ഥികൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് ഒന്നും കൊണ്ടുവന്നുള്ള ഒരു വെരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ ഏകദേശം വീടിന്റെ പിൻഭാഗം മുഴുവൻ JCB ഉപയോഗിച്ച് പല ഇടങ്ങളിലായി മണ്ണ് മാന്തി പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം ഇതിനകത്ത് ഏറ്റവും നിർണായകമായത് വീടിനകത്തെ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഒരു മുറി ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് പുതിയതായുള്ള നിർമ്മാണമാണ് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് ഈ ഗ്രാനൈറ്റ് നീക്കം ചെയ്തു. ഇപ്പോൾ അതിന്റെ തറഭാഗം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുമ്പോഴും ഈ അസ്ഥി കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകുമ്പോഴും ഇതൊന്നും തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള വിശദീകരണം തന്നെയാണ് ഇപ്പോഴും അയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യലിനോട് ഒരു ഘട്ടത്തിലും അയാൾ സഹകരിക്കുകയും ചെയ്യുന്നില്ല. ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പിന്നിലായി കാണുന്ന ഭാഗത്ത് പഴയ വീടിന്റെ തന്നെ ഒരു ബാത്റൂം ഭാഗം ഉണ്ടായിരുന്നു. അവിടെ ആ ഭാഗത്ത് കടാവർ നായകളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവിടെ ചില കാര്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഭാഗത്തെല്ലാം തന്നെ അത്തരത്തിൽ നായയെ കൊണ്ടുവന്ന് തന്നെയുള്ള പരിശോധന നടന്നിരുന്നു. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ കണ്ടെത്തിയ സംഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വീടിന്റെ ഓരോ ഭാഗങ്ങളും ഇപ്പോൾ 2.5 ഏക്കറാണ് ഈ പുരയിടമുള്ളത്. വീടിന്റെ ഓരോ ഭാഗത്തും പരിശോധന നടത്തി. ഒപ്പം തന്നെ കുളം വറ്റിച്ചു, കിണർ വറ്റിച്ചു, അങ്ങനെ വാട്ടർ ടാങ്ക് വരെ പരിശോധിച്ചിട്ടുണ്ട്. വീടിനകത്തുള്ള ഭാഗങ്ങൾ, തറയുടെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ജൈനമ്മ തിരോധാന കേസിൽ ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ആ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് ജൈനമ്മയുടേതായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 2 ജില്ലകളിൽ നിന്നുള്ള, കോട്ടയത്തെയും ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ, അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ രാവിലെ മുതൽ ഈ സ്പോട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.
അവരുടെ വെരിഫിക്കേഷനിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കോട്ടയത്തെ ജയനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന സാജൻ സേവ്യർ അടക്കമുള്ള ഡിവൈഎസ്പി സാജൻ സേവ്യർ അടക്കമുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നതെന്ന് പറയാം. ഇത്രയും നമുക്കറിയാം, നിരവധി തിരോധാന കേസുകൾ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പോലീസിന് ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ജയനമ്മ തിരോധാന കേസാണ്. അതിലെങ്കിലും മറ്റുള്ളതിലൊക്കെ തന്നെയും സെബാസ്റ്റ്യന്റെ ഒരു ഇൻവോൾവ്മെന്റ് അറിയാമെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കുന്നതിന് കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് പ്രശ്നം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീണ് കിട്ടിയ തുമ്പിന്മേൽ പിടിച്ചു കയറാനുള്ള ശ്രമത്തിൽ, കഠിന പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം. അപർണ. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ പത്രികകൾ തള്ളി. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്കുള്ള പത്രികയാണ് തള്ളിയത്. ഒരു സിനിമ നിർമ്മിച്ചവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാനാവൂ എന്ന് വരണാധികാരി അറിയിച്ചു. പത്രികകൾ തള്ളിയതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാറും സാന്ദ്രയും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് സാർ 25 വർഷമായിട്ട് അല്ലേ? അതില്ല എന്നുള്ള കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ ഇവിടെ 25 വർഷമായിട്ട് ഇവിടെ മാത്രമല്ല, ഇതിനേക്കാളും വലുതാണ് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. എല്ലാവർക്കും ഇരിക്കുന്നത് ഇവര് തന്നെയല്ലേ? രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനല്ല തീരുമാനിക്കണം. അത് മത്സരിച്ച് ജയിച്ച് കാണിക്കേ, അല്ലാതെ ഇങ്ങനത്തെ കൊതിക്കവ് കാണിക്കല്ലോ വേണ്ടത്. സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. മനസ്സിലായില്ലോ? പത്രിക തള്ളിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നതിനു ശേഷം സാന്ദ്ര പ്രതികരിച്ചു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സാന്ദ്രയുടെ തീരുമാനം. അതെ, പത്രിക തള്ളിയിരിക്കുകയാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല, ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ളൊരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു വരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, സാന്ദ്ര നടത്തുന്ന പോരാട്ടം അത് സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമല്ലാത്ത ഒരു ക്ലൈമാക്സിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്ന് സാന്ദ്ര പറയുമ്പോൾ എന്താണ് അസോസിയേഷന് പറയാനുള്ളത്? വരണാധികാരി എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് നിഷ്പക്ഷമല്ല എന്ന് സാന്ദ്ര പറയുന്നതിനെ ഏത് തരത്തിൽ ഖണ്ഡിക്കുന്നുണ്ട് അസോസിയേഷൻ?
അപർണ, തികച്ചും നാടകീയമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ അല്പസമയം മുൻപ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയായിരുന്നു. നേരത്തെയൊക്കെ പ്രവചിച്ചിരുന്നു സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. സാന്ദ്രയും അത് കണക്കാക്കി തന്നെയാണ് ഇവിടെ വന്നത്. പതിവ് തെറ്റിച്ചില്ല. സാന്ദ്രയുടെ 2 നാമനിർദ്ദേശ പത്രിക 2 സ്ഥാനങ്ങളിലേക്ക്, ഒന്ന് ട്രഷറർ സ്ഥാനത്തേക്ക്, മറ്റൊന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ഈ രണ്ടും തള്ളിയിരിക്കുകയാണ്, പത്രിക തള്ളിയിരിക്കുകയാണ്. പക്ഷെ അവർ തരുന്ന വിശദീകരണം സെൻസർ സർട്ടിഫിക്കറ്റ്, ഒരു നിർമ്മാതാവ് 3 സിനിമയെങ്കിലും അവരുടെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം, എങ്കിൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയുള്ളൂ എന്ന്. സാന്ദ്ര തോമസിന്റെ 2 സിനിമകൾ മാത്രമാണ് സ്വന്തം പേരിലുള്ളത്. മറ്റൊന്ന് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ, അതായത് വിജയ് ബാബുവുമായി ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ബാക്കിയുള്ളതെല്ലാം. അതുകൊണ്ട് സാന്ദ്ര തോമസിന് മത്സരിക്കാൻ അർഹതയില്ല എന്നൊരു നിലപാടാണ് വരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ സാന്ദ്ര പറയുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അതിൽ തന്റെ പേര് തന്നെയാണുള്ളത്, സാന്ദ്ര തോമസ് എന്ന പേര് തന്നെയാണ്. ഫ്രൈഡേ ഫിലിംസിൽ നിന്നും താൻ മാറിയെങ്കിൽ പോലും സെൻസർ സർട്ടിഫിക്കറ്റിൽ അതിൽ മാറ്റമില്ല, സാന്ദ്ര തോമസ് എന്ന പേര് തന്നെയാണ്. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്. താൻ മത്സരിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ വരാതിരിക്കാൻ, എത്താതിരിക്കാൻ, താനൊരു സ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തന്റെ പത്രിക തള്ളിയത് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സാന്ദ്ര തോമസ്. ഒപ്പം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുകൂടി സാന്ദ്ര അറിയിച്ചിട്ടുണ്ട്. പകരം സാന്ദ്രയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കാം. കാരണം അത് ഒരു സിനിമ മതി, ഒരു നിർമ്മാതാവിന്റെ ഒരു പേരിൽ സർട്ടിഫിക്കറ്റ് മതി എക്സിക്യൂട്ടീവിൽ മത്സരിക്കാൻ. അങ്ങനെയാണെങ്കിൽ സാന്ദ്രയ്ക്ക് അതിൽ മത്സരിക്കാം. സാന്ദ്ര അത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ തകർക്കാൻ ആരും തന്നെ ശ്രമിക്കേണ്ട എന്നുകൂടി സാന്ദ്ര തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് വരണാധികാരിയും സാന്ദ്ര തോമസും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. വൈശാഖ് സുബ്രഹ്മണ്യനും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ആരോപണം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് വൈശാഖിന് അത് അനുവദിക്കുന്ന ഒരു രീതിയിലേക്ക്, ഇത് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു അനുമതി നൽകുന്ന രീതിയിലേക്ക് വരണാധികാരി കടക്കുകയും ചെയ്യും. അതാണ് സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നത്. 2 നീതി എന്തുകൊണ്ടാണ് തനിക്കും വൈശാഖിനും 2 നീതി? വൈശാഖിന് മത്സരിക്കാൻ അനുമതി നൽകുന്നു, തനിക്ക് മത്സരിക്കാൻ അനുമതി നൽകുന്നില്ല. ഇത് ശരിയായിട്ടുള്ള നീതിയല്ല. ഇതിനു വേണ്ടിയിട്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് സാന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നീട് സുരേഷ് കുമാറുമായിട്ടും വലിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ബാക്കിയുള്ളവരുടെ പത്രികകളെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതെന്ന അന്തിമ തീരുമാനം വരണാധികാരി എടുത്തതിന് ശേഷമായിരിക്കും. അതിന്റെ മുഴുവൻ പേരും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും സാന്ദ്ര തോമസിന്റെ കാര്യത്തിൽ നേരത്തെയും ഇത് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. സാന്ദ്ര ആരോപിക്കുന്നത് ഇത് വലിയൊരു ഗൂഢാലോചന തന്നെയാണ് തനിക്കെതിരെ നടക്കുന്നതെന്ന്. അവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലും വിവാദങ്ങൾ തീരുന്നില്ല. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ദളിത് വിരുദ്ധ പരാമർശത്തിൽ കനക്കുകയാണ് വിവാദം. അടൂരിന്റെ പരാമർശം സതുദ്ദേശപരമെന്ന് ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാനും മന്ത്രി VN വാസവനും രംഗത്തെത്തിയപ്പോൾ അടൂരിനെതിരെ രൂക്ഷമായ പരാമർശമാണ് മന്ത്രി ആർ ബിന്ദു സമൂഹമാധ്യമത്തിലൂടെ നടത്തിയത്. അതിനിടെ അടൂരിന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് ആക്ടിവിസ്റ്റ് ദിനുവേൽ മ്യൂസിയം പോലീസിന് പരാതിയും നൽകി. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് കുറഞ്ഞതൊരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു, അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞു ഇവിടെ അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്കൊരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സാക്കിക്കണം. സിനിമാ കോൺക്ലേവ് വേദിയിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ പരാമർശത്തിനെതിരെയാണ് വിവാദം കൊഴുക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നും നിലപാടിൽ ഉറച്ചു നിന്നു. പുതിയ സിനിമ ഗവൺമെൻറ് പൈസ കൊടുക്കുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഗവൺമെൻറ് പണം കൊടുക്കുന്നതാണ്. ഗവൺമെൻറ് പണം കൊടുത്ത് പടം എടുപ്പിക്കുകയാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് അതിന് തയ്യാറാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എംപവർ ചെയ്യണം. എങ്ങനെ? ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. മുഖം നോക്കാതെയാണ് സിനിമയെടുക്കാൻ സർക്കാർ സഹായം നൽകുന്നതെന്ന് വേദിയിൽ അടൂരിന് മറുപടി നൽകിയ മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പരാമർശം സതുദ്ദേശപരമെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും പിന്നീട് നിലപാട് മയപ്പെടുത്തി. വനിതകൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുള്ള അവർക്ക് സിനിമയുടെ മുഖ്യധാരം. സാർ, ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധനന്മാരെ ഉൾപ്പെടുത്തിയൊരു കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി, ഇവരെല്ലാം അയച്ചു തരുന്ന
കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്നും വളച്ചൊടിച്ച് വിവാദമാക്കുകയായിരുന്നുവെന്നും മന്ത്രി VN വാസവൻ. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം സിനിമയ്ക്ക്, ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം. ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായൊരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് എഴുത്തുകാരനും മുൻ IAS ഓഫീസറുമായ ഡോക്ടർ KV മോഹൻകുമാർ രംഗത്ത് വന്നു. സമൂഹമാധ്യമങ്ങളിലെ വിമർശനം വസ്തുതകൾ വളച്ചൊടിച്ച് ജാതിവിദ്വേഷം പരത്തുന്ന അവസ്ഥയിൽ എത്തിയതായും മോഹൻകുമാർ പ്രതികരിച്ചു. അതേസമയം അടൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി R ബിന്ദു നടത്തിയ വിമർശനം ഇങ്ങനെ: സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ സങ്കല്പനങ്ങൾ, അവരുടെ ഭാവനകൾ ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെത്. പട്ടികജാതിക്കാർക്കുള്ള ഫണ്ടിൽ കണക്കെടുക്കുന്നത് സവർണബോധം കൊണ്ടാണെന്ന് സംവിധായകൻ ബിജു പറഞ്ഞു. ഇതൊന്നും അല്ലാതിരിക്കെ ഇറങ്ങിയ സിനിമകളൊക്കെ മെച്ചപ്പെട്ടതായിരിക്കെ, ഇറങ്ങിയ സിനിമകൾ ഒരു പ്രോസസ്സിൽ കൂടി വളരെ സുതാര്യമായി തിരഞ്ഞെടുത്തതായിരിക്കെ, യോഗ്യതയുള്ളവർക്ക് കൊടുത്തതായിരിക്കെ, ഇതിനകത്തൊരു വിചിന്തനം വേണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർക്ക് അങ്ങനെ ഒരു സിനിമയുള്ള കഴിവൊന്നുമില്ല. അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്താലേ വനിതകളും ഇവിടുത്തെ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ണാടി വെച്ച് കാണുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ സ്വീകരിച്ച നയത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായം പറഞ്ഞതെന്ന് പുഷ്പാവതി. കോൺക്ലേവിനെ ക്ഷണിച്ചിട്ടാണ് പോയതെന്നും അവർ ന്യൂസ് 18നോട് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള സിനിമാ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സർക്കാർ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായമാണ് ഈ 1.5 കോടി. അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അതേപോലെ എനിക്കുമുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരയാണ്. ഇനി അതിൻ്റെ മുകളിൽ അദ്ദേഹം പിന്നെ എന്ത് പ്രശ്നം വരികയാണെങ്കിലും എനിക്കതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് എൻ്റെ നിലപാട്. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം നിർഭാഗ്യകരമെന്ന് മന്ത്രി OR കേളു. അടൂരിന്റെ പ്രസ്താവന കേരളം മുഴുവൻ കേട്ടു. തുടക്കത്തിൽ ആരെങ്കിലും മുൻപരിചയത്തോടെയാണോ സിനിമ തുടങ്ങിയതെന്ന് മന്ത്രി ചോദിച്ചു. വിവാദ പരാമർശത്തിൽ അടൂരിനെതിരെ K മുരളീധരൻ. പരാമർശം ദൗർഭാഗ്യകരം, അത് പിൻവലിക്കണം. സ്ത്രീകൾക്കും ദളിതർക്കും മാത്രം പരിശീലനം കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അതിക്രമം കാട്ടിയ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ പോലീസ്. പെൺകുട്ടികൾ നൽകിയ പരാതിയിൽ കേസെടുക്കുന്നു എന്നാണ് വിശദീകരണം. കേസിൽ ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ഈ ആഴ്ച നാട്ടിലെത്തും. സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടതുണ്ട്. അതിന് ശേഷമാകും നാട്ടിലേക്ക് തിരിക്കുക. കുറച്ചു ദിവസം വീടുകളിൽ കഴിഞ്ഞ ശേഷം ഇരുവരും മഠത്തിലേക്ക് മടങ്ങും. BJP സംസ്ഥാന പ്രസിഡന്റിന് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നന്ദി പറയാൻ മാരാർജി ഭവനിലേക്കാണ് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ എത്തിയത്. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ട്സിന്റെ ഭാഗമായ പ്രതിനിധികളാണ് BJP സംസ്ഥാന അധ്യക്ഷനെ സന്ദർശിച്ചത്. സഭകളുടെ പ്രക്ഷോഭങ്ങളിൽ SDPയും ജമാഅത്തെ ഇസ്ലാമിയും നുഴഞ്ഞു കയറിയെന്ന ഗുരുതര ആരോപണവുമായി ഷോൺ ജോർജ്. കേരളത്തിലെ 9 ഇടങ്ങളിലെ പ്രതിഷേധങ്ങളിൽ സാന്നിധ്യമുണ്ടായി. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നുഴഞ്ഞുകയറ്റത്തിൽ സഭകൾ ജാഗ്രത പാലിക്കണമെന്നും ഷോൺ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി BJP. കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് BJPക്ക് അറിയില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. കേസിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. കുറ്റക്കാരല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിഷ്കളങ്കമായാണെന്നും സുരേഷ് പറഞ്ഞു.
സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയ കേസിൽ CPM-കാരായ 8 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരുന്നു. പ്രതികൾ രാവിലെ തലശ്ശേരി കോടതിയിൽ ഹാജരായി. പ്രതികൾക്ക് മട്ടന്നൂർ പഴശ്ശിയിൽ വെച്ച് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് പരിപാടിയിൽ KK ശൈലജ MLA പങ്കെടുത്തു. തലശ്ശേരി കോടതിക്ക് പുറത്ത് മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകരുടെ യാത്രയയപ്പ്. പ്രതികൾക്ക് നൽകിയ യാത്രയപ്പിൽ പങ്കെടുത്ത KK ശൈലജ MLA വിമർശിച്ച് സി സദാനന്ദൻ MP. സംഭവം ദൗർഭാഗ്യകരമെന്ന് സി സദാനന്ദൻ MP പ്രതികരിച്ചു. KK ശൈലജ പങ്കെടുത്തത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമീപനമാണ് KK ശൈലജ സ്വീകരിച്ചതെന്ന് പ്രതീക്ഷിച്ചാൽ മതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സഹോദരൻ PK ബുജേറ അറസ്റ്റിലായതോടെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പ്രതിരോധത്തിൽ. ഫിറോസിനെതിരെ വിമർശനം തുടരുകയാണ് KT ജലീലും ബിനീഷ് കോടിയേരിയും. സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചുവെന്നാണ് ജലീലിന്റെ ആരോപണം. എന്നിട്ടാണ് ഇപ്പോൾ മിശിഹ ആയി വരുന്നതെന്നും ജലീൽ വിമർശിച്ചു. എന്റെ പാർട്ടിക്കാരനല്ല എങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തില്ല? സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു? ഫിറോസ് അല്ലേ? തന്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ്, അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ്. നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. എത്രയോ ചെറുപ്പക്കാരെ PK ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് PK ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല? ലഹരി കേസുകളിൽ നേതാക്കളുടെ ബന്ധുക്കൾ അറസ്റ്റിലായാൽ രാജിവെക്കണമെന്ന മുൻ നിലപാട് സ്വന്തം കാര്യത്തിൽ ബാധകമാകുമോ എന്നാണ് ബിനീഷ് കോടിയേരിയുടെ ചോദ്യം. കോടിയേരി ബാലകൃഷ്ണനെ ഓർക്കുന്നുവെന്നും മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ മകനെന്ന വിളി അച്ഛന് ചാർത്തിക്കൊടുത്തത് ഫിറോസ് അടങ്ങുന്ന കൂട്ടമാണെന്നുമുള്ള വൈകാരിക കുറിപ്പും ബിനീഷ് പങ്കുവച്ചു. PK ഫിറോസിന് നേരെ നടക്കുന്നത് CPM BJP ഗൂഢാലോചനയെന്ന് K മുരളീധരൻ. UDF-നെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണെന്നും മുരളീധരൻ പറഞ്ഞു. ലയണൽ മെസ്സി ഉടൻ കേരളത്തിലേക്കില്ല എന്ന് ഉറപ്പായി. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി ധാരണയിലെത്താൻ കഴിയാത്തതിനാലാണ് മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവ് റദ്ദായത്. ഒക്ടോബറിൽ വരാൻ കഴിയില്ലെന്ന് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കായിക മന്ത്രി പറഞ്ഞു. സംഭവിച്ചെന്താ അതിൽ പറയുന്നത്? ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട സ്പോൺസർ പറഞ്ഞു അത് ഞങ്ങൾക്ക് അതിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് തർക്കം, മറ്റൊന്നും. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. മിശിഹ കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത്, അതുണ്ടാകുകയില്ല എന്നുള്ളൊരു വലിയ നിരാശ ഒരു വശത്ത്. അതെന്തുകൊണ്ട് സ്പോൺസർമാരുമായി ധാരണയിലെത്താൻ കഴിയാതെ പോയി? കായിക മന്ത്രി സ്ഥിരീകരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് എൽദോ? അപർണ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലേക്കുള്ള ലയണൽ മെസ്സിയുടെ സന്ദർശനത്തിൽ ഏറ്റവും ആദ്യം മുതൽ ചർച്ചയിൽ വന്നത് കേരളത്തിലേക്കുള്ള വരവായിരുന്നു. ആ കേരളത്തിലേക്കുള്ള വരവിൽ ഒക്ടോബർ മാസത്തിൽ കേരളത്തിൽ ലയണൽ മെസ്സിയും സംഘവും കളിക്കുമെന്നുള്ളതായിരുന്നു കായിക മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണവും അഭിപ്രായ പ്രകടനങ്ങളും. ഇതിനിടയിൽ വരില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. സ്പോൺസർഷിപ്പ് തുക നൽകുന്നതിൽ താമസം വന്നപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ടായി. അതേ തുടർന്ന് 100 കോടിയിലേറെ രൂപയാണ് സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി RBC അവർക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയത്. ആകെ സ്പോൺസർ തുക ഏതാണ്ട് 350 കോടിയിലേറെ രൂപയാണ്. ഇതിൽ ഏതാണ്ട് 30% തുക കൈമാറി വരവിലേക്കുള്ള വഴി തെളിയിക്കുകയും ചെയ്തു. പക്ഷേ ഒക്ടോബർ മാസത്തിൽ തന്നെ, ഒക്ടോബർ വിൻഡോയിൽ തന്നെ ഈ വരവ് നടപ്പിലാക്കണം, സാധ്യമാക്കണം എന്നുള്ളതായിരുന്നു സ്പോൺസർമാരുടെ ആവശ്യം. പ്രത്യേകിച്ചും 2026 ലോകകപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള വരവിനുള്ള സാധ്യത വീണ്ടും തുച്ഛമാകാനുള്ള സാധ്യതയാണ് കൂടുതലാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം തന്നെ ആ പര്യടനം, ആ സന്ദർശനം നടപ്പിലായില്ലെങ്കിൽ അതിനുള്ള സാധ്യതയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആ ഒരു ആലോചനയിൽ പക്ഷേ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വിയോജിപ്പ് അറിയിച്ചു. മാത്രമല്ല ഇന്നലെ വന്ന ഷെഡ്യൂൾ പ്രകാരം അതിൽ കൃത്യമായി നമുക്കറിയാം അവിടെ കൊൽക്കത്തയുണ്ട്, മുംബൈയുണ്ട്, ഡൽഹിയുണ്ട്, അഹമ്മദാബാദുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പേര് അവർ പുറത്തുവിട്ടിട്ടുമില്ല. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് ഈ 100 കോടി രൂപ ചെലവിട്ടത് അത് നഷ്ടമാകുമെന്ന് തന്നെയാണ് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടതും. ഇനി
കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പോൺസർമാരാണ് ഇതിൽ ചർച്ചകൾ നടത്തിയത്. ഇതിൽ കായിക വകുപ്പിനോ കായിക മന്ത്രിക്കോ കാര്യമായിട്ട് ഇടപെടലില്ല എന്നുള്ളതാണ് സ്പോർട്സ് മിനിസ്റ്ററിന്റെ ഓഫീസും നൽകുന്ന സൂചന. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരുന്നു ഇത്രയും നാൾ കേരളത്തിലേക്ക് മെസ്സി വരുന്നു എന്ന് കൊട്ടിഘോഷിച്ചത് എന്ന് മാത്രമാണ് ചോദ്യമായി വരിക. അതിനുള്ള ഉത്തരം നൽകേണ്ട ബാധ്യത കായിക മന്ത്രിക്കുണ്ടാവും. പക്ഷേ ഇപ്പോഴെല്ലാം പരമാവധി സ്പോൺസർമാരുടെ തലയിലേക്ക് ഇടാനാണ് കായിക മന്ത്രി ശ്രമിക്കുന്നത്. അപർണ. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.